നന്ദി പ്രമേയ ചർച്ചകൾക്കൊടുവിൽ ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിലും നാളെ രാജ്യസഭയിലും മറുപടി പറയും. രാജ്യമൊട്ടാകെ ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. തീർച്ചയായിട്ടും നന്ദി പ്രമേയ ചർച്ചയുണ്ട്, അതിന് മറുപടി ഉണ്ടാകും, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ആ നാടകം, ഹിന്ദുവിരുദ്ധ പരാമർശം, അത് ഹിന്ദുവിരുദ്ധം അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒട്ടേറെ നേതാക്കളും ചില മാധ്യമങ്ങളും ശ്രമിച്ചെങ്കിലും പ്രധാനമന്ത്രി ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായെങ്കിൽ അതെത്ര ഗൗരവതരമാണ്, എത്ര ഗൗരവമായി തന്നെയാണ് BJPയും NDAയും അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ജിഷ്ണു, ഇന്ന് എന്തൊക്കെയാണ് പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗമുണ്ട് അല്ലേ? പ്രതിഭ, ഇന്ന് പാർലമെന്റ് നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി MP-മാരോട് സംസാരിക്കും. ഇന്ന് അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം നടത്തുകയാണ്. അതിനു മുൻപായാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. ഇന്നത്തെ സഭയിൽ അജണ്ട അല്ലെങ്കിൽ സഭാ നടപടികളിൽ ഏത് രീതിയിൽ മുൻപോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച തന്നെയായിരിക്കും ഈ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചതിന് ശേഷം, ഈ 18ാം ലോക്സഭയുടെ നടപടികൾ ആരംഭിച്ചതിന് ശേഷം ചേരുന്ന ആദ്യം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. അതുകൊണ്ട് NDA MP-മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകും. തീർച്ചയായും ഇന്ന് പാർലമെന്റിൽ ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം തന്നെയായിരിക്കും. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള മറുപടി എന്നതിനപ്പുറത്തേക്ക് 18ാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രസംഗമാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ള നിരവധി BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള നിരവധി വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളുണ്ട്. അതിന് ഏത് രീതിയിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുക എന്നുള്ളത് പാർലമെന്റ് മാത്രമല്ല ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം. നാളെ വരെയാണ്, ജൂലൈ 3 വരെയാണ് രണ്ട് സഭകളും, ലോക്സഭയും രാജ്യസഭയും ഇതുവരെ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ പാർലമെന്റ് പിരിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പാർലമെന്റിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ള പ്രസ്താവന പാർലമെന്റിന് പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തെ മുഴുവൻ, ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്ന് BJP മാത്രമല്ല ഹൈന്ദവ സംഘടനകളുമൊപ്പം ഹിന്ദു സമൂഹവും പ്രതിപക്ഷ നേതാവിൻ്റെ മാപ്പ് ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു സമൂഹം മുഴുവൻ വെറുപ്പ് പരത്തുന്നവരും അക്രമം നടത്തുന്നവരും അസത്യം പറയുന്നവരുമാണ് എന്ന പരാമർശമായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പ്രസംഗത്തിലെ പല പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ നിരവധി തവണ രാഹുലിന് സ്പീക്കർ താക്കീത് നൽകുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ചട്ടങ്ങൾ പാലിച്ചു വേണം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ, അതോടൊപ്പം സഭയുടെ മര്യാദയ്ക്കപ്പുറം വിട്ടുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് നിരവധി തവണ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിദ്വേഷം നിറഞ്ഞ പല പരാമർശങ്ങളും ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. അതിൽ ഹിന്ദു സമൂഹം മുഴുവൻ അസത്യവും വെറുപ്പും അക്രമവും പ്രചരിപ്പിക്കുന്നതാണ് എന്ന തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഏതായാലും രാഹുലിന്റെ ഇന്നലത്തെ പ്രസംഗം വലിയ ബഹളത്തിന് ലോക്സഭയിൽ വഴിവെച്ചിരുന്നു. ഹിന്ദു സമൂഹത്തെ അപമാനിച്ചുകൊണ്ടും ഒപ്പം കർഷകർക്കെതിരെയും അഗ്നിവീർ പദ്ധതിക്കുമെതിരെയെല്ലാം നടത്തിയിട്ടുള്ള രാഹുലിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്ത് തന്നെ ഭരണപക്ഷം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി സഭ ആരംഭിക്കുമ്പോൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗമായിരിക്കും. അദ്ദേഹം ഈ സർക്കാരിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച്, 18ാം ലോക്സഭയിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച്, ഭാരതത്തിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച് പരാമർശം നടത്തുന്നതോടൊപ്പം തന്നെ തീർച്ചയായും കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്കും വിദ്വേഷം നിറഞ്ഞ വാക്കുകൾക്കും മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭാ നടപടികൾക്ക് തൊട്ടു മുൻപായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരുക. പ്രദീപ്.